അതെ. How are you? No, it's not possible. ഹേമ, അച്ഛൻ വന്നിട്ടുണ്ട്. എവിടെ? ഹാളിലിരിക്കുന്നു. Thank you very much. മോളെ ഇരിക്കെ. അച്ഛൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. മോൾക്ക് സുഖാണോ? പരമസുഖം. അച്ഛനെവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കോ? എനിക്കെന്റെ മണിക്കൂട്ടനില്ലേ? അവന് സുഖാണോ? പിന്നെന്താ അവന് സുഖത്തിനൊരു കുറവ്? കാര്യം കുതിരയാണെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ നോക്കണത്. ഇവിടെ ജോലിയൊക്കെ നല്ല രസാ. കൊറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഏതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ, പിന്നെ വരാം. ശരി അച്ഛാ. എന്താ തമ്പുരാട്ടി? ഇപ്പൊ വന്നിട്ട് പോയത് അച്ഛൻ. അച്ഛൻ പിറന്നു വന്നു തൊട്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ അച്ഛനെന്നല്ലേ വിളിക്കേണ്ടത്? അപ്പോ വളർത്തച്ഛനാ. പക്ഷേ എനിക്ക് അച്ഛൻ തന്നെയാ. അമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണത്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ച് തുപ്പും ഞാൻ. ഹേമേ. അതെ മേഡം, കോവിലകത്തിന്റെ മാനം കാക്കാൻ എനിക്കൊന്ന് വലിച്ചെറിഞ്ഞില്ലേ? അവര് ദുഷ്ടയാ, ദുഷ്ട. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വിഷമം കൊണ്ടാ. ഐ എം സോറി. ഇന്ന് ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ, ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ, എന്നിട്ടും അവൾ എനിക്ക് അന്യയാകുന്നു. അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെയാ അമ്മയാണെന്ന് പറയാ? എന്താ എനിക്ക് സങ്കടം. ഇത് വലിയ ശല്യമായല്ലോ. എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയ പട്ടി. വെറുതെ അല്ല അവര് നേരത്തെ പോയത്. ഞാനോ? കത്തി എടുക്കുന്നു. വേണ്ടാവേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടന എടുത്തോളാവേ. എടുത്തോളാം. ആ കറിക്കും. ഓമാന തിങ്കൾ കിടാവോ പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഇതൊരു കുരിശായല്ലോ. എന്തായി ഫൽഗൻ സാറേ? അണ്ണാക്ക് കൊള്ളുന്ന കാലത്താരടിച്ച് സംബന്ധം ഉണ്ടാക്കാൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കൊന്നുകളയാൻ എന്നെ തൊടാ കിട്ടില്ല, എന്നെ തൊടാ കിട്ടില്ല. ഒട്ടകത്തെ കെട്ടിച്ചോ, കിട്ടിയവനെ തട്ടിച്ചോ. ഒട്ടകത്തെ കെട്ടിച്ചോ. ഈ വരാണെന്ന് വെളിയിൽ പോരുത്. ഒട്ടകത്തെ കെട്ടിച്ചോ. മുക്കാല മുക്കാല ലൈല മുക്കാല
ആത്മഹത്യ ചെയ്യാൻ മാരുതി ജിപ്സി തന്നെ വേണമായിരുന്നു അമ്മവാ. ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായനെ. വീട്ടിൽ നിന്ന് പറയണ്ടാണോ പോന്നെ? രക്ഷിക്കണം സാർ. ഓ, ആ പെമ്പിള്ളേരെ പിടിക്കാൻ വരിക. ഇയാൾ വല്ല കുർത്തക്കേടും കാണിച്ചിട്ടുണ്ടാവും. നിന്റെ മോന്തടിച്ച് സാറേ, ഞാൻ ആ ലേഡീസ് ഷോപ്പിന്റെ മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറയോടി. പെമ്പിള്ളേര് പിടിക്കുന്നത് എന്തിനാ? അകത്തേക്ക് കൊണ്ടുപോവാൻ. അയ്യേ, സോറി സാർ, ഇയാള് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സാർ. രക്ഷിക്കണം സാർ. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരും ഇല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സാർ, മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിന് കിളവൻ തന്നെ വേണോ? സാറേ, ഞങ്ങൾ പറഞ്ഞു. ഒന്നും പറയണ്ട. ഛെ, നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെയായി പോലുള്ള ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കിളവനെ പിടിക്കാൻ നടക്കുക. അയ്യോ, സാർ, ഇയാള് പറയുന്നത് കള്ള. ഞങ്ങളുടെ ലവ് ലാൻഡിലെ. അതെ, ലൗലാൻ. ലൗലാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രേമ തീരം. എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ഇയാളെ വിട്ടു തരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേര് അനാഥരാകും. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ മുട്ടും. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ കാര്യം അറിയാതെ. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. പറയുന്നേ അമ്മ കയറി. അയ്യോ, പ്ലീസ്. നീ പറയില്ലേക്കാ അമ്മ അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ അറിയടേ. ഞങ്ങൾ സമ്മതിക്കില്ല. സർ, പ്ലീസ്. സൈഡ് പ്ലീസ്. സർ, സർ, ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുക. സർ, 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 പ്ലീസ്. സർ, ഇയാളെ കൊണ്ടുപോകണ്ട സാർ. കണ്ടിട്ട് അത്ര ശരിയാന്ന് തോന്നുന്നില്ല. സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സർ. മോളെ, ഈ അമ്മാവന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? 3-ാം മാസം പച്ചമാങ്ങയിലെ പുളി ചോദിക്കും. പോ പോ. ഏതായാലും ആ പെമ്പിള്ളേരെ രക്ഷപ്പെട്ടു നന്നായി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെ ഉള്ളതിന്റെ പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ഈ ചെറുക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഓട്ടെ അമ്മാവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാന്നാ അവന്റെ വിചാരം. ആ, അതൊക്കെ പോട്ടെ. ചേട്ടൻ എവിടെയാ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടിലെ. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്തെന്ന് വെച്ചാ? തൃശ്ശൂര്. അയാൾ പോക്കാണെന്ന്. തുടങ്ങിയിട്ട് എത്ര നാളായി? 5-6 കൊല്ലമായി. ദേഹോപദ്രം ഉണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പോടാ. കുറവില്ലേ? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുമോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വരൂ, നമുക്ക് പോ. ചതിക്കരുത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു. ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഈ കുട്ടിച്ചാത്തൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. അഴിച്ചു വിടൂ ഇയാളെ. അയച്ചുവിട്ടോളൂ. ആ ലോഡൊന്നും ഇറക്കിക്കോളൂ. വേഗം മോളും ചെല്ലേ. പെട്ടെന്ന് പെട്ടെന്ന്. ഇങ്ങോട്ട് വരണ്ട. എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. മാറിക്കിരി. അയ്യോ, പാടാം പാടാം ആലോമശേഖവക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ കൊട്ടുപിടിക്കില്ല. അങ്ങനെ വീരനായകനല്ലേ? കോമലാതെ കണ്ടു ഞാൻ പൂനിലാവിൽ. ഹലോ, ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോവാണെങ്കിലേ പിടിച്ചേരാൻ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്. വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. സീ യു, ബൈ.
നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ജോലിയൊക്കെ സ്വന്തമായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്? അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല കാലം പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ച് വന്നുണ്ടല്ലോ. ഓ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തലയിൽ കെട്ടിവെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞ് കേൾക്കാനിട്ട്. അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ് ലാൻഡിലെ പെണ്ണ്? ആ, ഒരു അമ്മാവന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? ഏ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ടം അവള് തന്നെയാ. അതിനേക്കാളും നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാദേവി നിന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുത്. ലവ് ആണോ? സീരിയസ്? എങ്കിലും ഞങ്ങൾ മുതിർന്നവന്ന് ആലോചിക്കട്ടെ. അതിനുമുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരം ചുറ്റി കളിച്ചാ അമ്മയെ കൊണ്ട് ചെവി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. പോടാ തെണ്ടിച്ചക്ക. ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ? ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ നിരുത്തരവാദിത്വം അടിച്ച ഷേപ്പ്. നിങ്ങളൊന്ന് മിണ്ടാതിരി. മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ പാർട്ടി ഓഫീസോ? ഇവിടെ മാതിരി ഇടപാടൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് അവിടെ വന്നതല്ലേ. വരൂ സർ. സാർ വേണം. ഈ പൂ നീർത്തോ? മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ. അതെങ്ങനെ? ഈ കസാല നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം ഇപ്പൊ വലിയ വ്യത്യാസം ഉണ്ടോ? ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്നുണ്ട്. എന്നെ വെറുതെ ഓടിക്കരുത്. കേട്ടി നിന്ന് ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. പുറകെ ഇയാൾ ഓടി. പർമ്മത്തിന്റെ കയ്യറോ ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ രുദ്രംപിള്ള. ഏത് രുദ്രംപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രംപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഓ, രുദ്രൻ. കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാൻ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA എങ്കിലും ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടെന്ത് ഫലം? തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക് അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനിവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ചോദിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല. കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി തരാം. വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരൻ കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? ഈ ഭൂതത്തിന് ഇവിടെ മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണ്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പൽഗുണൻ അയാള് സമ്മതിച്ചു.
അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അച്ചു അല്ല KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ ഡാനിയൽ എം. ടി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രപിള്ള ഇവിടുന്ന് മടങ്ങൂ. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രപിള്ള? മാപ്പ് കൊടുക്കാനോ? അല്ല രുദ്രപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോ അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്, പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളിയായിരിക്കും.